നിയോജക മണ്ഡലത്തിലേക്കുമുള്ള വോട്ടർ പട്ടിക. നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ വാർഡ്. വോട്ടർ പട്ടിക ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിനും ഈ ആക്ടിന്റെ വ്യവസ്ഥകൾക്കനുസൃതമായി ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കും. അപ്പം വാർഡ് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കണം. അതാണ് 16-ലെ 1 പറയുന്നത്. 2, കരട് വോട്ടർ പട്ടിക പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ബ്ലോക്ക് ആസ്ഥാനത്തും താലൂക്ക് ഓഫീസിലും പ്രസിദ്ധീകരിച്ച് വോട്ടർമാർക്ക് പരിശോധനയ്ക്ക് സൗകര്യം നൽകേണ്ടത്. അല്ല, ആക്ഷേപങ്ങളിലും അപേക്ഷകളിലും തീരുമാനമെടുത്ത ശേഷം അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതുമാണ്. ഇപ്പോൾ എന്താ പറഞ്ഞേ? കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ബ്ലോക്ക് ഓഫീസിലും താലൂക്ക് ഓഫീസിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. കരട് വോട്ടർ പട്ടിക അത് വോട്ടർമാർക്ക് പരിശോധിക്കാനുള്ള സൗകര്യം നൽകണം. ആക്ഷേപങ്ങളും അപേക്ഷകളും തീരുമാനമെടുത്ത ശേഷം മാത്രമേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അടുത്തത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള വോട്ടർ പട്ടിക അതത് സംഗതി പോലെ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ ഈ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ട എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലുമുള്ള വോട്ടർ പട്ടികകൾ ഉൾക്കൊണ്ടതായിരിക്കണം. അങ്ങനെയുള്ള നിയോജക മണ്ഡലങ്ങൾക്ക് പ്രത്യേക വോട്ടർ പട്ടിക തയ്യാറാക്കുകയോ പുതുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതാകും. ഒരൊറ്റ കാര്യം ഇവിടെ പറയുന്നുള്ളൂ. ഈ വോട്ടർ പട്ടിക ഇപ്പം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. എവിടെയൊക്കെ പ്രസിദ്ധീകരിച്ചു? പഞ്ചായത്ത് ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ, ബ്ലോക്ക് ആസ്ഥാനത്ത്, താലൂക്ക് ആസ്ഥാനത്ത് പ്രസിദ്ധീകരിച്ചു. വോട്ടർമാർക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം കൊടുത്തു. അതിനുശേഷം അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും, പിന്നെ മുനിസിപ്പാലിറ്റി വേറെയാണ് കേട്ടോ, അങ്ങനെയുള്ള വോട്ടർ പട്ടിക എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും ഉള്ള വോട്ടർ പട്ടികയാണ് ഈ പ്രസിദ്ധീകരിക്കുന്നത്. പ്രത്യേകമായി ജില്ലയ്ക്ക് വോട്ടർ പട്ടിക, ബ്ലോക്കിന് വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്നാണ് അവിടെ പറഞ്ഞത്. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. വോട്ടർ പട്ടികയിലെ രജിസ്ട്രേഷനുള്ള യോഗ്യത. ഒരാൾ ഒരു വോട്ടർ പട്ടികയിലെ രജിസ്ട്രേഷൻ ആകുന്നത് അയാൾ ഇന്ത്യയിലെ പൗരനായിരിക്കണം, സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളായിരിക്കുകയും അങ്ങനെയുള്ളവനാണ് ക്ഷമതയുള്ള ഒരു കോടതി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നവനും ആണെങ്കിലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി പ്രവർത്തനങ്ങളിലും മറ്റു കുറ്റകൃത്യങ്ങളും സംബന്ധിച്ച് ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് തത്സമയം അയോഗ്യനാക്കപ്പെട്ടാലും അയാൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ അയോഗ്യനാണ്. എന്തൊക്കെയാ പറഞ്ഞേ? സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാണ്, മാത്രമല്ല ഏതെങ്കിലും ഇലക്ഷൻ കുറ്റങ്ങളിൽ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ആളാണെങ്കിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഴിമതി പ്രവർത്തനം എന്ന് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. തെരഞ്ഞെടുപ്പ് കുറ്റമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അയാളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാം. അത് വളരെ നല്ല പോലെ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഓക്കെ, അപ്പോ ആ 2 കാര്യങ്ങൾ മനസ്സിലാക്കി.